സോ ഹായ് ഗായ്സ്, സമ്മർസ്ലാം 2026 ഡേ 2ന്റെ മാച്ച് കാർഡിനെ പറ്റിയിട്ട് ഒരു ചെറിയ റിവ്യൂവും അതുപോലെ തന്നെ എൻ്റെ പ്രഡിക്ഷനുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ സമ്മർസ്ലാം ഡേ 1ന്റെ ഒരു മാച്ച് കാർഡ് കണ്ടപ്പോൾ വാവ് എന്ന് തോന്നി. പക്ഷേ ഡേ 2 മാച്ച് കാർഡ് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയില്ല. അതായത് മെയിൻ ഇവന്റ് ആയിട്ടുള്ള റോമൻ റെയിൻസ് വേഴ്സസ് സെത്ത് റോളിൻസ് മാത്രം ഒരു ബിഗ് ഫൈറ്റ് ഫീൽ കൊടുക്കുന്ന ഒരു മാച്ചാണ്. അതിന് പുറത്ത് ബാക്കി എല്ലാ മാച്ചുകളും റോ അല്ലെങ്കിൽ സ്മാക്ക് ഡൗണിൽ പോലും ഗതി പിടിക്കാത്ത, മെയിൻ ഇവന്റിന് പോലും വേണ്ടാൻ കൊള്ളാത്ത കുറെ മാച്ചുകളാണ്. പിന്നെ സമ്മർസ്ലാം എന്നത് ഡബ്ല്യുഡബ്ല്യുഇയുടെ ബിഗ്ഗസ്റ്റ് പാർട്ടി ഓഫ് ദ സമ്മർ ആണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ ഓരോ മാച്ചിനും ദിസ് എ PLE എന്നൊരു വൈബ് ഉണ്ടാക്കണമല്ലോ. പക്ഷേ ഡേ 2 കാർഡ് നോക്കുമ്പോൾ ആ ഒരു ഗ്രാൻഡ് ഫീൽ ഒന്നും ഇല്ല. ഒരു നല്ല പ്രോപ്പർ സ്റ്റോറി ലൈനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് തന്നെ ഒരു ഗതിയില്ലാത്ത മാച്ചുകളൊക്കെയാണ് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ എന്താ അതിൽ ഉപരി എന്താ പറയണ്ടേ, ഒരു ഡ്രീം മാച്ച് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. സെത്ത് വേഴ്സസ് റോമൻ ഉണ്ട്, അതല്ലാതെ വേറെ ഒരു നല്ല മാച്ച് അതിനകത്ത് ഇല്ല. സോ ഡേ 1 ഓവറോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കാർഡായിട്ട് തോന്നുമെങ്കിലും ഡേ 2നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു 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 ഗതികെട്ട ദിവസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആകെ ആ ഒരു ഡേ 2നെ രക്ഷിക്കുന്നത് റോമൻ വേഴ്സസ് സെത്ത് റോളിൻസ് ആയിരിക്കും. ബിക്കോസ് ആ ഒരു അവരുടെ റൈവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ കൊണ്ട് ബിൽഡ് ചെയ്തതാണ്. ഒരു ഇമോഷന്, ഹിസ്റ്ററി ഉണ്ട്, അതിൽ ബിട്രയൽ ഉണ്ട്, ക്രൗഡ് റിയാക്ഷൻ എന്തായാലും ഗ്യാരണ്ടീഡ് ആണ്. സോ മെയിൻ ഇവന്റ് മാത്രം കണ്ടു കഴിഞ്ഞാൽ വർത്തായിരിക്കും. എന്നാലും നമ്മൾ എത്ര മണിക്കൂർ കുത്തിയിരിക്കണ്ട നെറ്റ്ഫ്ലിക്സിൽ ലൈവ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓടിച്ചു വിടാൻ നോക്കാം ടെലഗ്രാമിൽ കാണുവാണെങ്കിൽ. സോ ഇനി നമുക്ക് പ്രഡിക്ഷൻ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ CM Punk വേഴ്സസ് കോഡി റോഡ്സിൽ എനിക്ക് CM Punk ജയിക്കണമെന്നാണ് താല്പര്യം. ബിക്കോസ് കോഡി റോഡ്സിന്റെ ആ ചാമ്പ്യൻഷിപ്പ് കുറെ നാൾ കൊണ്ടിരുന്ന് ഞാനത് വെറുത്ത് മടുത്ത് പണ്ടാരടങ്ങിപ്പോയി. സോ ഇനിയും കോഡി റോഡ്സിനെ ജയിപ്പിച്ചിട്ട് അപരാധം കാണിക്കാനായിരിക്കും മിക്കവാറും. കാരണം സർവൈവർ സീരീസിന് റോമൻ വേഴ്സസ് കോഡി റോഡ്സ് ഒരു റീമാച്ച് കൊണ്ടുവരാൻ ചിലപ്പം ട്രിപ്പിൾ എച്ച് പണി വിടും അങ്ങനെ. സോ പക്ഷേ എനിക്ക് താല്പര്യം CM Punk ഇവിടെ വിൻ ചെയ്യണമെന്നാണ്. സോ ഡെഫിനറ്റ്ലി എൻ്റെ പ്രഡിക്ഷനിൽ ഞാൻ CM Punkന്റെ പേരെ പറയുന്നുള്ളൂ. സോ വിന്നർ CM Punk ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോമൻ റെയിൻസ് വേഴ്സസ് സെത്ത് റോളിൻസ്, എൻ്റെ പ്രഡിക്ഷൻ റോമൻ റെയിൻസ് വിൻ ചെയ്യണമെന്നാണ്. എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. പിന്നെ ഹെലിന സെല്ലിൽ ആ ഒരു മാച്ച് ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ഒബാഫെമി, എൻ്റെ പ്രഡിക്ഷൻ ഒബാഫെമി വിൻ ചെയ്യണമെന്നാണ്. പക്ഷേ എനിക്ക് ബ്രോക്ക് ലെസ്നർ തോക്കുന്നത് കാണാൻ തീരെ താല്പര്യമില്ല. ബിക്കോസ് അയാളെ ഇനിയും WWEക്ക് യൂസ് ചെയ്യാൻ പറ്റും. വേണേൽ കുറച്ച് വർഷം കൂടെ ബ്രോക്ക് ലെസ്നറിനെ വെച്ച് WWEക്ക് ഓടിക്കാനായിട്ട് പറ്റും. പക്ഷെ അതൊരിക്കലും എന്താ പറയുക, ഈ അപ്കമിങ് സൂപ്പർ സ്റ്റാർസിനെ പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഈ ബ്രോക്കിലും പോയിട്ടുള്ള ലെജൻഡുകളെയൊക്കെ ഒരുമാതിരി ഉണച്ച് കാണിക്കാനാണ് ട്രിപ്പിൾ എച്ചിന്റെ പ്ലാൻ എന്നുണ്ടെങ്കിൽ ഊമ്പി കിട്ടതേ ഉള്ളൂ സീരിയസ്ലി. ഇതുകൊണ്ട് നിർത്തിക്കോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എനിക്ക് തോന്നുന്നു ഇത് ബ്രോക്ക് ലെസ്നറിന്റെ ഹോം ടൗൺ വെച്ചിട്ടാണ് ഈ സമ്മർ സ്ലാം നടക്കുന്നത്. എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. സോ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞ വലിയ ഉപകാരമായിരിക്കും. അപ്പം ഈ ഒരു മാച്ചിന്റെ വിന്നർ ഡെഫിനറ്റ്ലി ഒബാഫെമി ആയിരിക്കും. പിന്നെ വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് അതെനിക്ക് താല്പര്യമില്ല. ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പെൻഡ വേഴ്സസ് ചാഡ് ഗേബിൾ. സോ ഇതിൽ പെൻഡ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചാഡ് ഒരു നല്ല ഒരു എന്താ പറയുക, ഒരു ഫാന്റാസ്റ്റിക് റെസ്ലറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരൻ നല്ല ഒരു എന്താ പറയുക സ്റ്റോറി ലൈനൊക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ വിന്നർ പെൻഡ ആയിരിക്കും. പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ട്രിക് വില്യംസ് വേഴ്സസ് ബാരൺ കോർബൺ. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇതിനെപ്പറ്റി പറയാൻ. ട്രിക് വില്യംസ് ജയിക്കുമായിരിക്കും. ജയിച്ചാൽ കൊള്ളാം. പിന്നെ തീരെ താല്പര്യമില്ലാത്ത ഇനി 1-2 മാച്ചുകൾ വരുന്നുണ്ട്. ഫിൻ ബാലർ വേഴ്സസ് സാമി സൈൻ. ആക്ച്വലി ഫിൻ ബാലറിനൊക്കെ നല്ലൊരു സ്റ്റോറി ലൈനൊക്കെ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ഇതെന്തോ ഒരു പെട്ടെന്ന് ഇങ്ങനെ 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 എന്തോ ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തൊരു പരിപാടി, തട്ടിക്കൂട്ടാ. ഫിൻ ബാലർ ജയിക്കുമായിരിക്കും. പക്ഷെ എന്നാലും പുള്ളിക്കാരന് നല്ലൊരു സമ്മർ സ്ലാം മൊമെന്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. സോ നോക്കട്ടെ. പിന്നെ 6-man ടാഗ് ടീം മാച്ച് LA നൈറ്റ്, സോളോ സിക്കോവ, റോയ്സ്കി വേഴ്സസ് ദ ഊസോസ് ആൻഡ് ജേക്കബ് ഫാറ്റ്. ഈ ഒരു മാച്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ജേക്കബ് ഫാറ്റുവിന് നല്ല സമ്മർസ്ലാം മൊമെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ക്രൗഡ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ഊസോസിനെയും ജേക്കബ് ഫാറ്റുവിനെയൊക്കെ തന്നെ ആയിരിക്കും. സോ എൻ്റെ വിശ്വാസം എന്താ, ഊസോസ് ആൻഡ് ജേക്കബ് ഫാറ്റു വിൻ ചെയ്യുമെന്നാണ്. ആൻഡ് ഓൾസോ ഈ മെഗാസ്റ്റാറിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ കേരള മെഗാസ്റ്റാറിന്റെ കൂട്ടാണ്. LA നൈറ്റിന്റെ കാര്യം കഷ്ടമാണ്. വന്നിട്ട് കുറേ നാളായെങ്കിലും ഇതുവരെയും ഗതി പിടിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ഇനി ഇങ്ങോട്ട് പിടിക്കുമെന്നും. എന്തായാലും നോക്കാം. പിന്നെ ഉള്ളത് ഡൊമിനിക് മിസ്റ്റീരിയോ വേഴ്സസ് ഡാൻ ഹുസൈൻ. എനിക്കിത് കാണാൻ തീരെ താല്പര്യമില്ല ഗൈസ്, അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല. സോ നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് എന്തായാലും കമന്റ് സെക്ഷനിൽ ഒന്ന് പറയുക. മിക്കവാറും ട്രിപ്പിൾ എച്ച് ആരാധിച്ച് തരാൻ സാധ്യതയുണ്ട്. എന്നാലും ഞാൻ എന്താ പറയുന്നത്, കുറച്ചെങ്കിലും പ്രതീക്ഷയുണ്ട്. എനിക്ക് ആകെപ്പാടെ ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു 3 മാച്ചുകളാണ്. എൻ്റെ ഒരു ഡ്രീം മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിനകത്ത് ഇതുവരെ വന്നിട്ടില്ല. മേ ബി ഡ്രൂ മാക്കിൻഡർ റിട്ടേൺ ചെയ്യാൻ സാധ്യതയുണ്ട്. റാൻഡി ഓട്ടൻ പേരൊക്കെ ആളുകൾ പറയുന്നുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ. കെവിൻ ഓവൻസിന്റെ പേര് പറയുന്നുണ്ട്. എന്നിരുന്നാലും എന്തെങ്കിലും നല്ലൊരു റിട്ടേൺ കാണാനൊക്കെ സാധിക്കട്ടെ. എന്തെങ്കിലും ഒരു സമ്മർസ്ലാം മൊമെന്റ് കിട്ടട്ടെ. ആൻഡ് ഡെഫിനറ്റ്ലി റോമൻ റെയിൻസ് വിൻ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് സെത്ത് റോളിൻസ് ഗൈസ്, സീരിയസ്ലി. അതുപോലെ തന്നെ CM Punk വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സോ
ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എനിക്ക് WWE വീഡിയോസ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. പക്ഷേ എൻ്റെ ഓഡിയൻസ് കൂടുതലും UFC റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് കാണുന്നവരാണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോ ഒന്നും സത്യം പറഞ്ഞാൽ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്ത് വിടുന്നില്ല. ഞാൻ എത്ര കണ്ടന്റ് ഉണ്ടാക്കിയാലും എനിക്ക് യൂട്യൂബ് അവരാധിച്ച് തരുന്നുണ്ട്. സോ ഗൈസ്, നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. 500 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. സീരിയസ്ലി ഞാൻ പോലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ നിർത്തിപ്പോയ പരിപാടിയാണ്. സോ വൺസ് അഗൈൻ ഐ ഹാവ് ടു താങ്ക് യു ഗൈസ്. ആൻഡ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മൂഞ്ചും. സോ ബൈ ഗൈസ്.